ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഉള്ളി സാമ്പാർ റെഡിയാക്കി എടുക്കാം. ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഉള്ളി സാമ്പാർ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചാൽ പരിപ്പ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. സ്റ്റീമെല്ലാം പോയതിന് ശേഷം വേണം നമ്മൾ തുറക്കാനായിട്ട്. ഇതാ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. തുറന്നപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി വെന്ത് ഉടഞ്ഞു വരണം. ഇതാണ് കറക്റ്റ് പാകം. ഓരോ പരിപ്പിനും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫുള്ളായിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇത്രയും തന്നെ ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളിക്ക് പകരം സവാളയൊന്നും ചേർത്ത് കൊടുക്കരുത്. ചുവന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഉള്ളി സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ അധികം വലിപ്പമില്ലാത്ത ചുവന്നുള്ളി ആയതുകൊണ്ട് മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി വലിപ്പമുള്ളതാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള കോൽപുളി എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പാറിൽ അധികം അങ്ങനെ പുളി ഉണ്ടാവില്ല. അല്ലാതെ കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നേരിയൊരു മധുരം കൂടിയിട്ടുള്ള സാമ്പാറാണിത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ടുള്ള കായം ഇല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കായം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് സാമ്പാർ പൊടി മതി ഇതിലേക്ക്. 3 ടീസ്പൂൺ എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടിയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. പിന്നെ സ്റ്റീം പോയതിന് ശേഷം വേണം തുറക്കാനായിട്ട്. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തക്കാളിയും ഉള്ളിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇല്ലേ, ഇതുപോലെയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ശർക്കര എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ഉള്ളി സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ശരവണ ഭവൻ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അവിടുത്തെ ഒരു സാമ്പാറിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇഡ്ലിയുടെയും ദോശയുടെ ഒപ്പം കിട്ടുന്ന അപ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്ന ഒരു സാമ്പാറാണിത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് ലൂസിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് ഇരിക്കും തോറും ചൂടാറി വരുമ്പോൾ നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കുറച്ച് ലൂസിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ആ ഫ്ലേവർ എല്ലാം സാമ്പാറിലേക്ക് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ സദ്യയിലെ സാമ്പാറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക്